പൊളിറ്റിക്കൽ മാസ് ഇന്ന് വഴിക്കടവ് പഞ്ചായത്ത് അങ്ങാടിയിലാണ്. നിലമ്പൂരിൽ രാഷ്ട്രീയം അങ്ങേയറ്റം ആവേശോജ്വലമായിട്ടുള്ള ദിവസങ്ങളിലാണ്. ഇന്നിപ്പോൾ ദേശീയ താരങ്ങളടക്കം പ്രചാരണത്തിലെത്തിയ ദിവസമാണ്. അതിൽ ഒന്ന് രണ്ട് റാലികൾ ഇപ്പോഴും പരിസമാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ ആവേശത്തിലാണ് ജനങ്ങളാകെ തന്നെയും ഉള്ളത്. നമുക്കിപ്പോൾ ഇപ്പോൾ രണ്ട് പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട്, രണ്ട് മുന്നണികളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള നേതാക്കളാണ്. LDF മുന്നണിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ PM മാർഷോ, CPM നേതാവ്, BJP നേതാവ് ശ്രീ TK അശോക് കുമാർ എന്നിവരാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പൊളിറ്റിക്കൽ മാസിൽ പങ്കെടുക്കുന്നത്. ആദ്യം PM മാർഷോയിലേക്ക്. ആർഷോ, ഇവിടെ പ്രിയങ്ക ഗാന്ധി തന്നെയും വന്നു. വലിയ ആൾക്കൂട്ടമായിരുന്നു അവർക്ക് വേണ്ടി പ്രചാരണത്തിനെത്തിയത്. പ്രിയങ്ക ഗാന്ധി ഇന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം സന്ദർശനം നടത്തി. PV അൻവറിൻ്റെ റാലിയിലും വലിയ ആൾക്കൂട്ടമായിരുന്നു. സ്വരാജ് ജയിക്കാനിടയില്ല എന്നാണ് UDFകാർ മറ്റുള്ളവരൊക്കെ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടം എത്തുമ്പോൾ ഏറെക്കുറെ വിജയം ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷം. ഇനിയുള്ള ദിവസങ്ങൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതും കടന്ന് ഏറ്റവും മികച്ച ഭൂരിപക്ഷം ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത ഭൂരിപക്ഷം നേടിക്കൊണ്ട് വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനാവശ്യമായ അവസാനഘട്ട പ്രചരണ പ്രവർത്തനത്തിലാണ് ഞങ്ങളുള്ളത്. നിരന്തരം ജനങ്ങളുമായി, മണ്ഡലത്തിലെ ജനങ്ങളുമായി സംവദിക്കുമ്പോൾ എത്രമാത്രം M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അവർ ആവേശഭരിതരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ട്. ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുന്ന നിലയുണ്ടാകും എന്നത് തന്നെയാണ്. എന്ത് കാരണത്താലാണ് ആർഷോ? അതായത് ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവ് 9 ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. അതിനകത്ത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള വന്യജീവി പ്രശ്നം, അതിലെന്ത് ഇടപെടലാണ് നിങ്ങൾ നടത്തിയതെന്നടക്കം പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്ന് മാത്രമല്ല, ആ ജീവൽ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമി പ്രശ്നമൊക്കെ എടുത്ത് മുന്നോട്ട് വെക്കുന്നതെന്നാണ് UDFിൻ്റെ ക്യാമ്പ് പറയുന്നത്. അല്ല, UDFിനെ സംബന്ധിച്ച് നമുക്കറിയാം, പതിറ്റാണ്ടുകളോളം അവരുടെ MLA ഉണ്ടായിരുന്നൊരു നിയോജക മണ്ഡലമാണിത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ഘട്ടം മുതൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിക്കാൻ വേണ്ടി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ഈ പതിറ്റാണ്ടുകളോളം നിലമ്പൂർ നിയോജക മണ്ഡലം കൈവശപ്പെടുത്തിയ ഘട്ടത്തിൽ ഈ മണ്ഡലത്തിന് വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുന്നതിന് വേണ്ടി ഈ അവസരത്തിൽ, ഈ ഘട്ടം വരെ കോൺഗ്രസിനോ UDFിനോ സാധ്യമായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 9 വർഷക്കാലം കേരളത്തിലും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഈ നാടിൻ്റെ മുഖം മാറ്റുന്നതിന് വേണ്ടി, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞ് അതിൻ്റെ തുടർച്ചയുണ്ടാകണം എന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്തുള്ളത്. UDFിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന, അവർ രാഷ്ട്രീയം പറയുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ആകെ, ഈ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ആകെ മലീമസമാക്കുന്നതിന് വേണ്ടിയുള്ള തുടർച്ചയായ ഇടപെടലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും. ആക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടും, ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടും, തെറ്റായ നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടും അവരുടെ പ്രചരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ നാട്ടിലെ മനുഷ്യർ അങ്ങേയറ്റം പൊളിറ്റിക്കലാണ്. അവരെ സംബന്ധിച്ച് ഇതെല്ലാം കാണുന്നുണ്ട്, ഇതിനെയെല്ലാം വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതിലൊരു തർക്കവുമില്ല. ഇനി അവർ ഉന്നയിക്കുന്ന വന്യജീവി വിഷയം ഉൾപ്പെടെ നമ്മുടെ നാടിനകത്ത് നിലവിലുള്ള ജനജീവിതത്തെ ദുസ്സഹമായി ബാധിക്കുന്ന പ്രയാസമാണ് എന്നുള്ളതിനകത്തൊരു തർക്കവുമില്ല. അതിനെതിരായി അതിശക്തമായ നടപടി ഉണ്ടാകണം എന്നുള്ളതിനകത്തും ഞങ്ങൾക്ക് തർക്കമില്ല. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിനകത്ത്, വനമേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിയമത്തിനകത്തുള്ള ഭേദഗതി രാജ്യത്തിനകത്ത് ഉണ്ടാകണം എന്നുള്ളത് ആവർത്തിച്ച് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം തന്നെ ഈ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ലോക്സഭയിൽ പാർലമെന്റിനകത്ത് ഉണ്ടായിരുന്നിട്ട് ഇതിനു വേണ്ടി നിയമ ഭേദഗതിക്ക് വേണ്ടി എന്ത് ഇടപെടൽ നടത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് ഉൾപ്പെടെ നാടിനോട് പറയുന്നതിന് വേണ്ടി അവർ ഈ ഘട്ടത്തിലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ TK അശോക് കുമാർ, ഇവിടെ LDFും UDFും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് എന്നാണ് അവർ രണ്ടുപേരും പറയുന്നത്. പക്ഷേ PV അൻവറിൻ്റെ പ്രകടനത്തിൽ ഭയങ്കര ആളാണ്, വലിയ ആൾക്കൂട്ടാണ്. അദ്ദേഹവും ചേർന്നുള്ളൊരു ത്രികോണ മത്സരം നടത്തുമ്പോൾ കഴിഞ്ഞ തവണ 2000-2500 വോട്ട് മാത്രം കിട്ടിയ BJPക്ക് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലുള്ള കരുത്തുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളൊരു രാഷ്ട്രീയ മത്സരം എന്ന നിലക്കങ്ങ് മത്സരിക്കുന്നു, എല്ലാവരും മത്സരിക്കുന്നുണ്ട് എന്ന നിലയേ ഉള്ളൂ? ഞങ്ങളാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ മത്സരം നടത്തുന്നത്. രാജ്യത്ത് നിലനിൽക്കുന്ന ഇന്ത്യ സഖ്യം, ആ ഇന്ത്യ സഖ്യത്തിൻ്റെ കക്ഷികളാണ് ഞങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മത്സരിക്കുന്നത്. ഒരു ഭാഗത്ത് CPM LDF ഒക്കെ ആയിരുന്നു തുടക്കത്തിൽ, പിന്നീട് കോൺഗ്രസും അതിൻ്റെ UDFും. ഇപ്പോൾ ആ കക്ഷികളിലേക്ക്, ഈ ഇരു കക്ഷികളിലേക്കും മറ്റു ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ കൂടി ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ആന്ധ്രയിലെ SDPI സീതാറാം യെച്ചൂരിക്കൊപ്പം കൈകോർത്ത് നിൽക്കുന്നത് നമുക്ക് കാഴ്ച കാണാം. തമിഴ്നാട്ടിൽ SDPI മത തീവ്രവാദ സംഘടനകൾ അവർക്കൊപ്പമാണ്.
അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ ഓരോ കക്ഷികളും ഓരോ ഭാഗത്ത് ചേർന്നു. ജമാഅത്ത് ഇസ്ലാമി UDF-നോട് ചേർന്നിരിക്കുന്നു, മദനിയുടെ PDP LDF-നോട് ചേർന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇവർ മതത്തിലേക്ക് ചുരുങ്ങുകയാണ്. ആദ്യം ഇവിടെ ചർച്ച ചെയ്തത് വികസനമായിരുന്നു, വന്യജീവി പ്രശ്നങ്ങളായിരുന്നു, പല വിഷയങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ അത് അവർക്ക് തിരിച്ചടിയാകുമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവർ വികസനത്തിൽ നിന്നും യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും മതത്തിലേക്ക് ചുരുങ്ങുന്ന ദയനീയമായ കാഴ്ചയാണ്. ഇതിപ്പോൾ ഈ വർഗീയ കക്ഷികൾ ഇരു മുന്നണികൾക്കൊപ്പം ചേരുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ RSSനെ വർഗീയ കക്ഷിയായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സമ്മതിക്കില്ല, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജമാഅത്തെ ഇസ്ലാമിക്കും PDP-ക്കും ഒക്കെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന വല്ല തടസ്സമുണ്ടോ? അല്ല, നാഴികയ്ക്ക് 40 വട്ടം സ്വത്വ രാഷ്ട്രീയത്തെ എതിർക്കുകയും മതനിരപേക്ഷതയുടെ വക്താക്കളാണെന്ന് ഉച്ചൈസ്വരം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 2000-ഓ 3000-ഓ വോട്ടിന് വേണ്ടി യാതൊരു നാണവും മാനവും ഇല്ലാതെ ജമാഅത്ത് ഇസ്ലാമിയെയും മദനിയുടെ PDP-യെയും കൂട്ടുപിടിക്കുകയും അവരെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു മദനി നിലപാട് മാറ്റിയെന്ന്. മദനി കോയമ്പത്തൂരിൽ നടത്തിയ സ്ഫോടനം മാറ്റി ബാംഗ്ലൂരിലേക്ക് സ്ഫോടനം നടത്തി. അതിൻ്റെ പേരിലാണ് ജയിലിൽ കിടക്കുന്നത്. മദനിയുടെ കാര്യത്തിൽ സ്വീകരിച്ച വളരെ രസകരമായ നിലപാട്, കർണാടകയിൽ BJP ഭരിക്കുന്നത് കൊണ്ടാണ് മദനി ജയിലിൽ കിടക്കുന്നതെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. അവിടെ ഭരണം മാറി, കോൺഗ്രസ് വന്നു, ഇടയ്ക്കിടയ്ക്ക് ഭരണം മാറുന്നു. പക്ഷേ മദനി ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. പക്ഷേ ആ മദനിയുടെ നിലപാട് മാറ്റിയെന്നാണ് ഒരു ഭാഗം പറയുന്നത്. മറുഭാഗം പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ മാറ്റി എന്നാണ് VD സതീശൻ പറയുന്നത്. സതീശൻ ഫത്വ മറ്റൊരു ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളാരും ഫത്വ ഇറക്കിയിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി VD സതീശൻ ഫത്വ ഇറക്കുകയാണ്, നിലപാട് മാറ്റി. രണ്ടൊന്നാണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ UDF കൊണ്ടുപോകുമ്പോൾ PDP നിങ്ങൾക്കൊപ്പം ഉണ്ട്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്ന PDP നിങ്ങൾക്ക് കൂടെ ഇല്ല എന്നാണ്. ഇവർക്ക് രണ്ടുപേർക്കൊക്കെ ഒരു 1000-1500 വോട്ടുകളൊക്കെ ഉള്ളൂ. നിങ്ങൾ ഈ വർഗീയ കക്ഷികളാണെന്ന് നിങ്ങൾ പരസ്പരം ചൂണ്ടിക്കാണിക്കുന്ന ഈ ആളുകളെ മുന്നണികൾക്കകത്ത് കൊണ്ടുവരുന്നത് വർഗീയ കക്ഷികളെ പ്രീണിപ്പിക്കുക എന്ന ഇരു മുന്നണികളുടെയും നയത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് അദ്ദേഹം പറയുന്നത് തള്ളി പറയാൻ പറ്റുമോ? അല്ല, ഇതിനകത്ത് PDP എന്തായാലും ഞങ്ങളെ മുന്നണിയുടെ ഭാഗമല്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി UDF മുന്നണിക്കകത്തേക്കുള്ള ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാടിനകത്ത് രാഷ്ട്രീയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോട് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമ്പോൾ ഇതിനകത്ത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യർക്കും ബോധ്യമുണ്ട്. മതരാഷ്ട്രം സ്ഥാപിക്കണമെന്ന ആശയ സംഹിതയുമായി ഈ നാടിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടന മതരാഷ്ട്ര നിർമ്മാണം എന്നുള്ളത് മാത്രമാണ് സംഘപരിവാരത്തെ പോലെ തന്നെ അവർ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പരിപാടി. അത്തരത്തിലൊരു രാഷ്ട്രീയ പരിപാടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയ്ക്ക്, ഒരു മൂവ്മെൻറ്റിന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വെള്ളപൂശുന്നതിന് വേണ്ടി ശ്രമം നടത്തിയെടുത്താണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അവർക്ക് പഴയ മതരാഷ്ട്രവാദമൊന്നുമില്ല, അവരിപ്പോൾ മതരാഷ്ട്രവാദത്തിൻ്റെ പുറകെയല്ല എന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വന്നിരുന്ന് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയ്ക്ക് വൈറ്റ് വാഷ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ PDP നിങ്ങൾ കൂടെ നിർത്തിയിരിക്കുകയല്ലേ? PDP ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഒരു സംഘടനയല്ല എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. അവർക്ക് കൊടുക്കാൻ പറ്റില്ലേ? അല്ല, PDP മതരാഷ്ട്രവാദം ഉയർത്തിക്കൊണ്ട് നമ്മുടെ നാടിനകത്ത് പ്രവർത്തിച്ചതിൻ്റെ ഒരനുഭവം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ PDP രൂപീകൃതമായതിനു ശേഷം ഇങ്ങോട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതൊന്ന്. PDP പുറത്തു നിൽക്കുന്നു. ഞാൻ പറഞ്ഞത് ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം മുന്നോട്ട് വെച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിക് ആശയങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയും അവരെ വെള്ളപൂശുന്നതിന് വേണ്ടിയും ഭരണഘടനാ പദവിയിലിരിക്കുന്ന VD സതീശൻ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് വളരെ ഗൗരവപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നമുണ്ട്. ആ രാഷ്ട്രീയ പ്രശ്നം നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളത് ആവർത്തിച്ച് നാടിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ്. നമുക്കിവിടെ നാട്ടുകാരുടെ ചോദ്യമുണ്ട്, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുക. ഇവിടെ ഒരു ചേട്ടൻ സംസാരിക്കും. സഖാവ് അർഷോനോടാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വഴിക്കടവ് പഞ്ചായത്താണ്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ല, അതിൻ്റെ മുന്നുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നാരോക്കാവ് എന്ന പറഞ്ഞൊരു വാർഡിൽ നിന്നും വെൽഫെയർ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വിജയിക്കുകയും അദ്ദേഹം UDF-ൻ്റെ ഭാഗമായി പഞ്ചായത്തിൽ 5 കൊല്ലക്കാലം ഭരണത്തിലിരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ PDP ഈ തെരഞ്ഞെടുപ്പിലല്ല, അതിന് മുന്നത്തുള്ള തെരഞ്ഞെടുപ്പിൽ ഹുസൈൻ രണ്ടത്താണി എന്ന് പറഞ്ഞ PDP-യുടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി, അദ്ദേഹം പിണറായി വിജയൻ വരെ സ്ഥാനാർത്ഥിയായിരുന്നോ? PDP-യുടെ ആള് LDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അത് പിണറായി വിജയൻ വരെ ആ സ്റ്റേജിൽ
പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മദനിയും ഒക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് ഹുസൈൻ രണ്ടത്താണി എന്ന ആൾ പാർലമെൻറ്റിൽ. അന്നൊന്നും ഈ PDPയോടും അതേപോലെ വെൽഫെയർ പാർട്ടിയോടും ഇവർക്ക് വിരോധമില്ലാന്നുണ്ടെങ്കിൽ ഇന്ന് അവർ ഈ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണക്ക എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് ഇവിടെ എന്ന് പറഞ്ഞാല് ഈ നിലമ്പൂർ എന്ന് പറഞ്ഞാൽ UDFന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ഇവിടെ ആര്യാട് സൗഖ്യത്തിനാണ് മുൻതൂക്കമുള്ളത്. അൻവർ പിടിക്കൽ അൻവർ സ്ഥാനാർത്ഥിയാണ്, ഇവിടെ ആർക്കും സ്ഥാനാർത്ഥിയാകാം. പക്ഷേ ഈ നിലമ്പൂർ നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാല് ഇത് UDFന്റെ ഒരു ശക്തിയാണ്. 30 കൊല്ലക്കാലം ഇവിടെ ആര്യാട് മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പില്ലാത്ത ഒരു പദ്ധതിയും നിലമ്പൂർ മണ്ഡലത്തിലില്ല. ശരി, ഞാൻ പറയാം. ഇവിടെ ഈ പ്രാദേശികമായിട്ട് ആർഷോ ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ടും PDP ആയിട്ടൊക്കെ നേരത്തെയും ബന്ധമുണ്ടാക്കിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് പോലും അതെല്ലാവരും പറയുന്നുണ്ട്. പിണറായി വിജയൻ നേരത്തെ പറഞ്ഞ ചില വീഡിയോ ഈ UDF നേതാക്കൾ ഞങ്ങളുടെ ചർച്ചയിലൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടിയുള്ള നിലപാട് വർഗീയതയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുണ്ട്. അത് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും നാട്ടിലെ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നതാണ്. നാടിന്റെ പിന്നോട്ട് പോക്കിനല്ലാതെ അത് ഉപകരിക്കില്ല എന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് ഒരു സഖ്യവും ആ നിലയിൽ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപത്തോട് സഖ്യമുണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല. ആ നിലയ്ക്കുള്ള ഒരു സഖ്യവും ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. വളരെ വളരെ വ്യക്തതയോടുകൂടെ തന്നെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭൂമികയിലാണല്ലോ നമ്മളുള്ളത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭൂമികയിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ നാട്ടിലെ വോട്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള വർഗീയതയ്ക്കും എതിരായ നിലപാടാണ് ഞങ്ങളുടേത്. ഒരു വർഗീയവാദിയെയും ഒരു വർഗീയ സംഘടനയെയും മനുഷ്യരുടെ ഗണത്തിൽ പോലും ഞങ്ങൾ പെടുത്തുന്നില്ല. അത്തരത്തിലുള്ള ഒരു വർഗീയവാദിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് വളരെ കൃത്യതയോടുകൂടെ പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ എൻ്റെ ചോദ്യം ആർഷയോടാണ്. നിങ്ങൾ വാചകാടിസ്ഥാനത്തിൽ കുറേ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. തിരുവമ്പാടി ബൈ ഇലക്ഷൻ നടന്നു മുൻപ്. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് മുസ്ലിം സംഘടനകളുടെ അകമഴിഞ്ഞ സഹായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. AP സുന്നികൾ, അതുപോലെ തന്നെ PDP, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് വ്യക്തമായി പറയുന്നു. വെൽഫെയർ പാർട്ടി എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? 2019 വരെ അങ്ങോട്ട് സഹായിച്ചോണ്ടല്ലോ ചേട്ടാ, ഞാൻ ചോദിക്കട്ടെ, 2019 വരെ വെൽഫെയർ പാർട്ടിയുടെ PDPയുടെ ഒക്കെ സഹായങ്ങൾ നിങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, സഹായം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വ്യക്തമായിട്ട് പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ സഹായം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അന്ന് നിഷേധിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ മാത്രം അതിനെ നിഷേധിക്കാൻ ശരിയല്ല. ഇപ്പം വെൽഫെയർ പാർട്ടി സഹായിക്കുന്നത് നിങ്ങൾക്ക് പറ്റില്ല. അവർ അശുദ്ധരും അന്ന് നിങ്ങൾക്ക് വിശുദ്ധരും ആവുന്നത് അത് ശരിയായ നിലപാടല്ല. ജമാഅത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംബന്ധിച്ചും ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് ആവർത്തി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വളരെ സ്നേഹത്തോടെ ഞാൻ അങ്ങനെ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ പ്രവർത്തകനാണെന്നുള്ളതാണ് ഞാൻ എൻ്റെ ചുരുങ്ങിയ അറിവ് കൊണ്ട് മനസ്സിലാക്കുന്നത്. വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ്, ഈ ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണ് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? വർഗീയ സംഘടനയാണോ അല്ലോ എന്നാണ്. ജമാഅത്ത് ഇസ്ലാമി വർഗീയ സംഘടനയാണെന്നുള്ള അഭിപ്രായം ചോദിക്കട്ടെ. PDP വർഗീയ സംഘടനയാണെന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഇല്ല. PDP ഇല്ല, വർഗീയ സംഘടനയല്ല. എന്ന് മുതലാണ് നിങ്ങൾക്ക് വർഗീയ സംഘടനയായിരുന്നു? ഞാൻ മൗദൂദിയുടെ മതരാഷ്ട്രവാദം എന്ന തത്വമൊക്കെ അത് മുൻപത്തെ തത്വമാണ്. ഇപ്പം ആ രീതിയിൽ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നില്ല. വെൽഫെയർ പാർട്ടിയുടെ ഏത് ജമാഅത്തിന് അമീറ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് മൗദൂദിയെ തള്ളി പറയുന്നതിന് വേണ്ടിയും മതരാഷ്ട്രവാദത്തെ തള്ളി പറയുന്നതിന് വേണ്ടി അവരുടെ ആശയങ്ങളൊക്കെ പുസ്തകത്തിൽ മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കേരള രാഷ്ട്രീയത്തിലെ PDP ആണെങ്കിലും മുൻപ് PDP നിലപാടെടുത്ത് ഏത് രീതിയിലായിരുന്നു? വളരെ തീവ്രമായ രീതിയിലാണ് അവർ പ്രസംഗിച്ചത്. ആ രീതിയിലായിരുന്നു അബ്ദുൽ നാസർ മദനി ഇവിടെ വന്നിരുന്നത്. ഏത് രൂപത്തിലായിരുന്നു വന്നിരുന്നത്? വളരെയധികം പ്രകോപനം സൃഷ്ടിക്കുന്ന
സമൂഹത്തിൽ വളരെയധികം ചിത്രതയുണ്ടാക്കുന്ന രൂപത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ വളരെയധികം വിദ്വേഷ രൂപത്തിൽ മുസ്ലിങ്ങൾ ഒന്നാകെ മത രാഷ്ട്രവാദത്തിൻ്റെയും തീവ്രവാദികളാകുന്ന രൂപത്തിൽ പ്രസംഗിച്ചുകൊണ്ടാണ് അബ്ദുൽ നാസർ മഹദി അന്ന് വന്നിരുന്നത്. ISS പോലുള്ള സംഘടന രൂപീകരിച്ചു. അത് ഉപേക്ഷിച്ചു നിങ്ങളിപ്പോൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മതരാഷ്ട്രവാദവും നിങ്ങളുടെ അടുത്ത് അവർക്ക് തീവ്രവാദമില്ല. അതാണ് ഒരു നിമിഷം ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ വർഗീയവാദികളല്ല, അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ വർഗീയവാദിയാണ്. അത് പറയുന്നത് ശരിയല്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. PDP വർഗീയവാദികളല്ല, ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണ്. മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നില്ല, വർഗീയ സംഘടനയല്ല എന്ന് അവരുടെ അമീറിന് അല്ലെ മൗദൂദി ഇതുവരെ ജമാഅത്തെ ഇസ്ലാമി തള്ളി പറഞ്ഞിട്ടില്ല. അവരുടെ നേതൃത്വം ആകെ അതാണ് അതിനകത്ത് പ്രശ്നം. അതായത് പറഞ്ഞു, പക്ഷേ അവർ പറഞ്ഞില്ല. എന്താ താങ്കൾക്ക് എന്താ പറയണ്ട? അശോക് കുമാർ അദ്ദേഹം കുറെ നേരമായിട്ട് സംസാരിക്കാതിരിക്കും. അല്ല, ഈ ഒരു കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട് ഇതാണ്. നമുക്കറിയാം, രാജ്യവിഭജനത്തിന് കാരണമായ മുസ്ലിം ലീഗിനെ ദീർഘകാലം അകറ്റി നിർത്തി. ആ പേര് പറഞ്ഞിട്ട് 1967 ആദ്യമായിട്ട് മുസ്ലിം ലീഗിന് മതേതര സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് മന്ത്രിസഭയിലെടുത്തത് EMS ആണ്. ആ EMSൻ്റെ പാതയാണ് പിന്നീട് UDF പിന്തുടർന്ന് വന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ വെൽഫെയർ പാർട്ടി 10 വർഷം മുൻപ് പല സ്ഥലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി ഇവരുമായിട്ട് സഹകരിച്ചിരുന്നു. PDP വർഗീയ പാർട്ടിയല്ല, മത തീവ്രവാദമില്ല എന്നാണെങ്കിൽ LDFനോട് പറയാനുള്ളത് അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കണം. അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ LDFന് സാധിക്കുമോ? അതിനെ ഓൺ ചെയ്യുന്നുണ്ടോ എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവർ മത തീവ്രവാദ സംഘടനകളുടെ തടവറയിലാണ്. സമാനമായ നിലപാടുകളാണ് എടുക്കുന്നത്. ഹമാസ് ഇസ്രായേൽ കയറി 1100 പേരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയാൽ ഹമാസ് ചെയ്തത് എന്ത് ന്യായീകരിക്കാമെന്നാണ് സ്ഥാനാർത്ഥി പറഞ്ഞത്. അതേ സമയത്ത് സിന്ദൂർ ആക്രമണം നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് ഗോവിന്ദ കഥയുമാണ്. പാകിസ്ഥാനെ തെമ്മാടി രാജ്യമെന്ന് പറയാൻ സാധിക്കില്ല, പക്ഷെ ഇറാന്റെ കാര്യം വരുമ്പോൾ 10 വോട്ട് കിട്ടുന്നത് കൊണ്ട് ഇസ്രായേലിന്റെ തെമ്മാടി രാജ്യമാണ്. യുദ്ധത്തിന്റെ കാര്യത്തിൽ മതതീവ്രവാദത്തിന്റെ കാര്യത്തിൽ സമാനമായ നിലപാടെടുക്കാൻ ഇടതുപക്ഷത്തിന് ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല എന്നുള്ള വളരെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുന്നിൽ. ഞാൻ നേരത്തെ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി നാടിനകത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് എന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അതേപോലെ തന്നെ ഈ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് RSS മുന്നോട്ട് വെക്കുന്നത് എന്നതിലും തർക്കമില്ല. ഇപ്പൊ നമ്മളൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ വാതിൽക്കലാണ്. ഇനി ഇവരിപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജമാഅത്തിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപേ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ ഒന്നായിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിൽ നടന്ന തെരഞ്ഞെടുപ്പ്. കാശ്മീരിൽ കുൽഗാം മണ്ഡലത്തിനകത്ത് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. കുൽഗാമിൽ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ആ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് കാശ്മീരിലെ തെരഞ്ഞെടുപ്പിലെ ഇടപെട്ട ആളുകളാണ് നിങ്ങൾ. അവിടുത്തെ PDP വേറെ. പക്ഷെ അതല്ല ആർഷോ പറഞ്ഞ കാര്യം ഞാൻ കഴിഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ഒന്നിച്ച് അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കുറ്റം പറയാനില്ലെന്നാ പറയുന്നത്. അതായത് നിങ്ങൾ കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി BJP ഒപ്പം നിൽക്കുകയാണ്. ഞങ്ങൾ കോൺഗ്രസ് വലിയ പാർട്ടിയായിരുന്നപ്പോൾ, സനീഷ്, കോൺഗ്രസ് വലിയ പാർട്ടിയായിരുന്നപ്പോൾ ഞങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ ഒന്നിച്ച് കോൺഗ്രസിനെ താഴെ ഇറക്കാൻ വേണ്ടി VP സിംഗിന് പിന്തുണ കൊടുത്തില്ലേ? ഒന്നിച്ചായിരുന്നു ഞങ്ങൾ. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി പിടിച്ച ഇപ്പോ ഇവിടെ ചർച്ച എന്താണ്? മത തീവ്രവാദം ആരുടെ കൂടെയാണ്? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഉദാഹരണം മാത്രം പറയാണ്. നേമത്ത് വെൽഫെയർ പാർട്ടി SDPI
ആർക്കാ പിന്തുണ കൊടുത്തത്? ആർക്കാ? ശിവൻകുട്ടിക്ക് പരസ്യമായി പറഞ്ഞതല്ലേ. അന്ന് എന്താ ഇവര് വേണ്ടെന്ന് പറഞ്ഞു? പക്ഷേ ഇവര് വാങ്ങിച്ചില്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ വാങ്ങിച്ചില്ല. അത് SDPI-യും വെൽഫെയർ പാർട്ടിയും ഒക്കെ ഇവർക്ക് പിന്തുണ കൊടുത്തതാണ്. അത് പത്രങ്ങളിലും എല്ലാതും ഇവര് രഹസ്യമായി പരസ്യമായി ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദി. എന്റെ ചോദ്യം അതല്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്രവാദി സംഘമല്ല എന്ന് പറഞ്ഞല്ലോ നമ്മുടെ VD സതീശൻ. അദ്ദേഹം പറഞ്ഞത് ശരിയായ കാര്യമാണോ? അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു ശരിയായ കാര്യമാണോ? തീവ്രവാദ സംഘടനയാണോ അല്ലേ എന്നില്ലതല്ല ഇവിടുത്തെ തർക്കം. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു സതീശൻ പറയേണ്ടിയിരുന്നു. ജമാഅത്ത് ഇസ്ലാമി ഇവിടെ UDF-ന് പിന്തുണ കൊടുത്തപ്പോ അവരെ തീവ്രവാദികളാക്കുകയും ഇപ്പൊ ഈ പറഞ്ഞ പോലെ PDP-യെ വെള്ളപൂശുകയും ചെയ്യാണ്. ഇത് രണ്ടും ഒരേ നാണയത്തിന്റെ വശങ്ങളാണ്. ഇനി വേറെ ഒന്നും കൂടി പറയാം. ഇവര് എപ്പോഴും രാഷ്ട്രീയം ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവർ കൊണ്ടുവരുന്ന ഇതാണ് എന്ത്, ഈ മതപരമായ ചർച്ചകൾ ഇടുക. ഇവര് 9 വർഷക്കാലമായി ഇവിടെ ഭരിക്കുന്നത്. ഇവരിവിടെ വികസനത്തെ കുറിച്ച് എന്താ പറയാത്ത? ഇവര് പറഞ്ഞു ഞങ്ങളുടെ കാലഘട്ടത്തിൽ വിലക്കയറ്റം ഉണ്ടാവില്ലാന്ന്. ഇന്ന് മാവേലി സ്റ്റോറിൽ എന്താ അരിന്റെ വില? BJP നേതാവ് ഇവിടെ ഉള്ളതുകൊണ്ട് ചോദിക്കുക, ഈ വന്യജീവി പ്രശ്നത്തിൽ BJP കേന്ദ്ര സർക്കാർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? വന്യജീവി സംസ്ഥാന സർക്കാരും BJP സർക്കാരും അലംഭാവം കാണിക്കാൻ മാത്രമല്ല ഒത്തുകളി നടക്കുന്നുണ്ട്. കാരണം അവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും വൻകിടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണുള്ളത്. ചോദ്യം തീരട്ടെ, ഇപ്പൊ 9 വർഷക്കാലം ഇവർ ഭരിച്ചിട്ട് ഈ വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഇവര് വില എത്ര തവണ കൂട്ടി? മാവേലി സ്റ്റോറുകൾ സാധനം എത്തുന്നുണ്ടോ? ഒന്ന്. രണ്ടാമത് കെട്ടിട നികുതി, അതുപോലെ കുട്ടികളുടെ സ്കോളർഷിപ്പ് നിർത്തലാക്കി. ചർച്ചയാണ്. അത് പറയട്ടെ, ഇതൊക്കെ നിർത്തലാക്കി ഇവര് പൊതുവായ വിഷയങ്ങൾ പറയാതെ ഇവര് ജനങ്ങളെ മതം പറഞ്ഞ് കണ്ണിൽ പൊടിയിട്ടിട്ട് ഈ നിലമ്പൂരിൽ വോട്ട് നേടാന്ന് എന്താ കരുതണ്ട. ഓക്കെ, ഇതില് ഈ വന്യജീവി പ്രശ്നത്തില് ഈ പറയുന്ന കേന്ദ്രത്തിന്റെ നിയമം ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ, ഇപ്പോൾ വഴിക്കടവിലാണല്ലോ ഒരു കുഞ്ഞ് മരിച്ചത് ഈ ഷോക്ക് ഏറ്റിട്ട്. അപ്പോൾ ഇവിടെ അത് കുറച്ചുകൂടെ വൈകാരിക പ്രശ്നമായിരിക്കും. ഈ കേന്ദ്ര സർക്കാർ വേണ്ടും വിധമുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ, ഈ കേരളത്തിൻ്റെ സവിശേഷതകൾ കൂടെ പരിഗണിച്ചുകൊണ്ട് ആ നിയമത്തിൽ വിട്ടുവീഴ്ചകൾ വെച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാകുമായിരുന്നോ? പറയാം. തങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങളെല്ലാം കേന്ദ്രത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമമാണ്. വന്യജീവി നിയമം കൊണ്ടുവന്ന് 72-ലാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ്. അതിൽ പിന്നീട് മാറ്റം വരുത്തുകയുണ്ടായി. മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ കർഷകരെയും സാധാരണക്കാരെയും ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന വന്യജീവി എന്നുള്ളത് ക്ഷുദ്രജീവിയായിട്ടുള്ള പന്നിയാണ്. അത് ഷെഡ്യൂൾ 1-ലോ 2-ലോ പെടുന്നതല്ല. പന്നിയെ വെടിവെക്കാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. അത് കൃത്യമായി നടപ്പിലാക്കേണ്ടതുണ്ട്. രാജ്യത്ത് വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വലിയ രീതിയിലുള്ള ഫണ്ടുകൾ വരുന്നുണ്ട്. ഈ നിലമ്പൂരിലെ എല്ലാ വനമേഖലയുടെ സൈഡിലും ട്രൈബൽ കമ്മ്യൂണിറ്റി താമസിക്കുന്നുണ്ട്. ട്രൈബൽ മേഖലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന വലിയ ഫണ്ടുണ്ട്. ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് അതിർത്തികളിൽ കൃത്യമായി വേലി കെട്ടുകയും അതിന് സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. ഇതിന് ഒന്നുമല്ല എന്ന് പറയൂ. നിലമ്പൂർക്കാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വർഷാവർഷം കോടിക്കണക്കിന് രൂപയുടെ തേക്ക് മരങ്ങൾ നിലമ്പൂരിൽ നിന്ന് മുറിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ മുഴുവൻ വരുമാനവും എടുക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. തേക്ക് ഞങ്ങൾ മുറിക്കാം, പണം ഞങ്ങൾ എടുക്കാം, പന്നിയെ നിങ്ങൾ പിടിക്കണം, കേന്ദ്ര സർക്കാർ വരണം. ഈ നിലപാടാണ് സ്വീകരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ വന്യജീവി ആക്രമണത്തിൽ നമ്മൾ പറയുന്ന പുലിയും കടുവ അല്ലെങ്കിൽ ആന പോലുള്ള ഈ ആനയുടെയും കടുവയുടെയും പുലിയുടെയും ആക്രമണമല്ല കർഷകരെ യഥാർത്ഥത്തിൽ പ്രയാസപ്പെടുന്നത്. അതിനും നിയമമുണ്ട്. ഇനി ആ ഷെഡ്യൂളിൽ പെടുന്ന ജനജീവിതത്തിന് പ്രയാസകരമാകുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ നരേന്ദ്രമോദി അല്ല വരണ്ടേ. അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ്. അത് പാലക്കാടാണ്. ഒരു കാര്യം കൂടി, പാലക്കാടാണ്. ഇനി അതല്ല, ഇടതുപക്ഷത്തിന് ഇവർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. വനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും കേന്ദ്രം നോക്കണം. എല്ലാ കാര്യങ്ങളും വനവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും റെയിൽവേ പോലെ കേന്ദ്രം നോക്കണമെന്നാണെങ്കിൽ ഞങ്ങൾക്ക് തന്നാൽ ഇവിടെ ഈ പറയുന്ന പോലെ ജനകീയ പ്രശ്നങ്ങളുണ്ട്. അതിൽ കേരളത്തിന്റെ വീഴ്ച, സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച മറച്ചു വെക്കാനാണ് നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമി വർഗീയ ചർച്ചയൊക്കെ എടുത്തിരുന്നതെന്നാണ് പറയുന്നത് നാട്ടുകാർ. അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഞങ്ങൾ ഈ നിയോജക മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ 9 വർഷം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രം ജനങ്ങളോട് സംബന്ധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ സ്വാഭാവികമായും ആളുകൾക്കിടയിൽ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വർഗീയ സംഘങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിലയുറപ്പിക്കുന്നത് ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ, വോട്ടർമാർ വിലയിരുത്തട്ടെ എന്ന് തന്നെയാണ് ബന്ധപ്പെട്ട്. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന വനനിയമങ്ങളുമായി ബന്ധപ്പെട്ട് വനനിയമങ്ങൾ യൂണിയൻ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിധിക്കകത്തല്ല എന്നുള്ള അഭിപ്രായം കേൾക്കുന്നുണ്ടോ? 1/2 നൂറ്റാണ്ട് മുൻപുള്ള
അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള വന നിയമങ്ങളാണ് ഈ നാടിനകത്ത് നിലനിൽക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇവിടെ പന്നിയുടെ കാര്യത്തിൽ ആ പ്രശ്നമില്ലെന്ന് അദ്ദേഹം പറയുന്നത്. കാലോചിതമായ പരിഷ്കരണം, ക്ഷുദ്രജീവികളുടെ പട്ടികയിലേക്ക് പന്നിയെ ഉൾപ്പെടുത്തണം അതിനോട് മുഖം തിരിഞ്ഞു നിന്ന ആളുകളാണ് ഇവർ. ഇനി പന്നിയെ വെടിവെക്കുന്നതിന് വേണ്ടി ഇപ്പൊ പഞ്ചായത്തുകൾക്ക് അവകാശം ലഭിച്ച് ഇവരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണോ നിങ്ങൾ അതിനോട് പുറത്തിരിക്കുന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട നീതിപീഠത്തെ സമീപിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലല്ലേ, അതിന്റെ തുടർച്ചയിലല്ലേ സംസ്ഥാന സർക്കാരിന് ഉത്തരവിറക്കുന്നതിന് വേണ്ടിയും അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകൾക്ക് പന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം ആലോചിതമായ പരിഷ്കരണം. അല്ല, ഈ പന്നികളെ, ഈ കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളുടെ പട്ടികയിൽ നമുക്ക് അവസാനിപ്പിക്കണം. അതിനു ഒരു വിഷയം, പെൻഷൻ വിഷയം കൂടെ വരണ്ടോ? ഇപ്പൊ പെൻഷൻ ഇന്ന് പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു, അതായത് പെൻഷൻ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്ന്. പെൻഷൻ അത് അന്ന് കെ സി വേണുഗോപാലും പറഞ്ഞല്ലോ, പെൻഷൻ അതുവരെ പിടിച്ചു നിർത്തിയിട്ട് കൊടുക്കുക, കുടിശ്ശികയായിട്ട് കൊടുക്കുക, എന്നിട്ട് അതൊരു കൈക്കൂലി പോലെ ഉപയോഗിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. അല്ല, അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാവ് കെ സി വേണുഗോപാൽ ഈ നിയോജക മണ്ഡലത്തിൽ മാത്രം 44,000-ഓളം വരുന്ന പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ ആകെ കൈക്കൂലിക്കാർ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന സമീപനം ഉണ്ടായിട്ടുള്ളത്. ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ക്ഷേമ പെൻഷന്റെ ചരിത്രം എങ്ങനെയായിരുന്നു UDF-ന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് LDF ഗവൺമെന്റ് അത് വർദ്ധിപ്പിക്കാൻ തയ്യാറായതിനെ സംബന്ധിച്ച് അത് ജനങ്ങൾക്ക് ഗുണകരമായ വിധം ലഭ്യമാക്കുന്നതിന് ഇടപെടൽ നടത്തിയതിനെ കുറിച്ചൊക്കെ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ നാട്ടിലെ മനുഷ്യരെ സംബന്ധിച്ച് ഈ നാട്ടിലെ 2,500 രൂപ നൽകാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 10ാമത്തെ വർഷത്തിലേക്ക് കിടക്കണേ. എവിടെ 600 രൂപ ഉണ്ടായിരുന്ന 1,600 ആക്കാൻ ഇടതുപക്ഷത്തിന് അറിയുമെങ്കിൽ നിങ്ങൾ വെറുതെ കാപട്യ പറയരുത്. നിങ്ങളെ 3 മാസം UDF സർക്കാർ പെൻഡിങ് വെച്ചത് നിങ്ങൾ 18 മാസം പെൻഡിങ് വെച്ചതാണ് പച്ചക്കളവ് പറഞ്ഞ് ഈ പാവപ്പെട്ട 50 രൂപയല്ലേ നിങ്ങൾ ഒരു ദിവസം കൊടുക്കുന്നത്? 18 മാസം നിങ്ങൾ പെൻഷൻ കുടിശ്ശികയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതിനകത്തൊരു തർക്കമല്ല. ആ 18 മാസത്തെ കുടിശ്ശിക 18 മാസത്തെ കുടിശ്ശിക ഈ നാട്ടിലെ മനുഷ്യർക്ക് 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതിനൊരു തർക്കമില്ല. ഇനി ഒറ്റക്കാര്യം കൂടി 2016 ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുൻപിലേക്ക് വെച്ച പ്രകടന പത്രികയുണ്ട്. അത് പൂർണ്ണാർത്ഥത്തിൽ പൂർത്തീകരിച്ചിട്ട് പ്രകടന പത്രിക അത് പൂർത്തീകരിച്ചുകൊണ്ട് 2016 നിങ്ങൾ കൊടുക്കുന്ന പെൻഷന്റെ മൂല്യവും ഇന്ന് വിലക്കയറ്റം സംഭവിച്ചതിന്റെ മൂല്യവും 30 രൂപ വിലക്കയറ്റം 1 കിലോ അരിക്ക് വന്നിട്ട് നിങ്ങൾ കൊടുത്ത പെൻഷന്റെ വില പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമല്ല. പിന്നെ പെൻഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ അവകാശമാണ്, നിങ്ങൾ ഔദാര്യമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പെൻഷൻ കൊണ്ടുവന്നത് UDF ഗവൺമെന്റ് ആണ്. ഈ തുടക്കം മുതൽ അത് കൊണ്ടുവന്ന് ഇവിടെ വർഷം വർദ്ധിപ്പിച്ചിരുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ചോദ്യം കൂടി, ഇപ്പൊ ഭായിമാരായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ. VP സിംഗിന്റെ കാര്യം പറഞ്ഞു BJP-കാരം. എങ്ങനെ നിങ്ങൾ തോളിൽ പിടിച്ച് ബിസ്ക്കറ്റും നണ്ടി നിന്നത് അവിടെ? 197 സീറ്റുള്ള കോൺഗ്രസിനെ മാറ്റി നിർത്തിയിട്ട് 143 സീറ്റുള്ള ജനതാദളിനെ കൂട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ 33 സീറ്റുള്ള CPM-ഉം 12 സീറ്റുള്ള CPI കൂടിയിട്ട് ഭരണം നടത്തി ഇല്ലേ ഈ രാജ്യത്ത്? ആ വർഗീയത ഇപ്പോഴും കാണുന്നുണ്ട്. നിങ്ങളാണ് വർഗീയത്തിന്റെ തുടക്കം കുറിച്ചത്. ഈ പഞ്ചായത്തിൽ ഒരു മെമ്പർ സൃഷ്ടിച്ചത് നിങ്ങളാണ്. ഇസ്ലാമിന്റെ മെമ്പർ സൃഷ്ടിച്ചത് നിങ്ങളാണ്. അറിയില്ലെങ്കിൽ നിങ്ങളെ നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിക്ക് മതതീവ്രവാദം ഇല്ലാന്ന് ചേട്ടൻ പറയോ? ജമാഅത്തെ ഇസ്ലാമിക്ക് തീവ്രവാദം ജമാഅത്തെ ഇസ്ലാമോ ഇവരെ രണ്ടാം പെണ്ണ് കെട്ടിയോന്റെ സ്ഥിതിയാ. ഇവരെ സ്വഭാവം ഒപ്പം കൂടുമ്പോ ഇവരെ സ്വന്തം ആളാ. തലാക്ക് പിരിച്ചാ ഓക്കില്ലാത്ത കുറ്റൊന്നും ഉണ്ടാവില്ല. ഈ സ്വഭാവമാണ് ഇവർക്ക്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. ആർഷോ പറഞ്ഞു തന്നോ? അവസാനിപ്പിക്കാം. അതിനകത്ത് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഞങ്ങളെ
ഈ നാട്ടിലെ പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങള് ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ് എന്ന് തന്നെ കണ്ടുകൊണ്ട് കൃത്യതയോടുകൂടി ജനങ്ങൾക്ക് ലഭ്യമാകണം എന്ന നിലപാടെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. 1980 ഈ നാട്ടിലെ കർഷക തൊഴിലാളിക്ക് പെൻഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടി EK നായനാർ ഗവൺമെന്റ് ഇടപെടൽ നടത്തിയപ്പോ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ ഈ അവകാശം നിങ്ങൾ ഇവിടെ ഇപ്പൊ ഇതുവരെ ചർച്ച ചെയ്തതില് ആർക്ക് പിന്താങ്ങണം, ആർക്ക് സപ്പോർട്ട് ചെയ്യണം, ഈ വെൽഫെയർ പാർട്ടിനെ അങ്ങനെ പൊന്തിച്ചു കൊണ്ടുവരണം എന്നില്ല. അല്ലാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്തു എന്നതിനെ കുറിച്ചൊന്നും ഒരു ചർച്ച ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി വരുന്നത് ഈ വന്യജീവി പ്രശ്നങ്ങളാണ്. ഇവിടെ 1972 നിയമം പറഞ്ഞുകൊണ്ട് വന്യജീവിന്റെ കാര്യത്തിൽ മാത്രം കേന്ദ്രത്തിന് ഒരു തീരുമാനം എടുക്കാനും പറ്റൂല. ഇപ്പൊ 10 മിനിറ്റ് മുന്നതിൽ BJPന്റെ അനൗൺസ്മെന്റിൽ വണ്ടി പോയപ്പോ കേരളം ഭരിക്കുന്ന കേരള സർക്കാരിന് പ്രതിപക്ഷത്തിനും വന്യജീവിയിൽ ഒരു നിലപാടെടുക്കാൻ കഴിയാത്തവരെ എന്ത് കരുതിയിട്ടാണ് നിങ്ങൾ വോട്ട് ചോദിക്കുന്നത് എന്ന് ചോദിച്ചു. ഇതിന് നിയമനിർമ്മാണം കൊണ്ടുവരാതെ മേനകാ ഗാന്ധി മന്ത്രി ആയിരുന്ന സമയത്താണല്ലോ അതിനൊരു തിരുത്തൽ ഒരു റിവ്യൂ നടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ട് അശോക് കുമാർ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് വന്യജീവി പ്രശ്നത്തിൽ കേന്ദ്ര നിയമത്തെ കുറിച്ച് പറയുകയുണ്ടായി. ഇപ്പൊ നിങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട MP ഉണ്ടല്ലോ, മുൻപ് നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന രാഹുലുണ്ട്, രാഹുലിന്റെ സഹോദരി പ്രിയങ്കയുണ്ട്. ഇന്നേ വരെ ആ വന്യജീവി പ്രശ്നം അല്ലെങ്കിൽ കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തണം, വന നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് പ്രതിപക്ഷത്തിനോ ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ വരട്ടെ, പാർലമെന്റിൽ വരട്ടെ. ഞങ്ങൾക്ക് അതിനകത്ത് തുറന്ന സമീപനമാണ്. നിലവിലുള്ള നിയമത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന് പരിഹാരം കാണാൻ സാധിക്കും. സുഹൃത്തെ, നിങ്ങൾ പെൻഷനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ഈ പെൻഷനുടെ പണമൊക്കെ തന്നെ ഈ മദ്യത്തിന് കൊടുത്തിട്ടുള്ള 250% അധിക നികുതി, ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ഈടാക്കുന്നതിനേക്കാൾ കൂടുതലുള്ള അധിക വരുമാനം, ഇതിലൂടെയൊക്കെ ഈ പെൻഷൻ കൊടുക്കുന്ന പണം സംസ്ഥാന സർക്കാർ തിരിച്ചു വാങ്ങുകയാണ്. അത് ആരുടെയും കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ലോട്ടറിയും പെട്രോളിയന്റെ വരുമാനവും മദ്യത്തിന്റെ നികുതിയും അല്ലാതെ ഒന്നും തന്നെ തന്റെ കയ്യിൽ എടുക്കാനില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് സ്വരാജ് ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ത്രികോണ അല്ലെങ്കിൽ BJPയും ശക്തമായിട്ട് രംഗത്തുണ്ട്. ത്രികോണ മത്സരം എന്തായാലും നടക്കുകയാണ്. PV അൻവറിന്റെ ആൾക്കൂട്ടം വളരെ വലുതാണ്. എങ്ങനെ പക്ഷേ ഇതിനകത്തൂടെ സ്വരാജ് ജയിച്ചു വരും? പ്രത്യേകിച്ച് ആര്യാണ് ഷൗക്കത്ത് നാട്ടുകാരും കൂടെയാണ്. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്. അതിനകത്ത് ഒറ്റ കാര്യം ഇദ്ദേഹം പറഞ്ഞതിനോട് കൂട്ടി സൂചിപ്പിക്കാനുള്ള ഇവരുടെ തുറന്ന സമീപനത്തെ സംബന്ധിച്ച് ഇവരുടെ തുറന്ന സമീപനം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിന്നുള്ള ഇവരുടെ ഒരു കേന്ദ്രമന്ത്രി ഈ വന നിയമങ്ങൾക്കകത്തുള്ള ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം, ചില മൃഗങ്ങളെ ചില ആളുകൾ ഈ രാജ്യത്ത് ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ പറഞ്ഞ നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളെയൊന്നും കൊല്ലുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളതാണ് ഇവരുടെ തുറന്ന സമീപനം, ആ BJPയുടെ സമീപനം. എന്നിട്ട് ഒരു നിലയ്ക്കും ഇവർ ഈ പറഞ്ഞ നിയമത്തിനകത്ത് ഭേദഗതി ഉണ്ടാക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളത്. സ്വരാജിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ നാട്ടിലെ മനുഷ്യർക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്വരാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി നേതാവ്, യുവജന നേതാവ് ഈ നാടിനകത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ട്. ആശയവ്യക്തതയുള്ള ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ വേദനിക്കുന്ന മനുഷ്യരുടെ ശബ്ദമാകാൻ വേണ്ടി കഴിയുന്ന ഈ നാടിന്, നിലമ്പൂരിലെ ജനങ്ങൾക്ക് എല്ലാ കാലത്തും അഭിമാനമായി ഉയർത്തി കാണിക്കാൻ വേണ്ടി കഴിയുന്ന അഡ്വക്കേറ്റ് സ്വരാജിനെ ഈ നാട് ഇതിനോടകം ഏറ്റെടുത്തിട്ടുണ്ട്. അത് 23-ാം തീയതി നമ്മുടെ സമയമില്ല. രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ മുന്നണികളുടെ വലിയ പ്രകടനം നടന്നതുകൊണ്ട് രണ്ട് സ്ഥാനാർത്ഥികൾക്ക് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. PV അൻവറിൻ്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും റാലികളായിരുന്നു ഇന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടെയുണ്ട്, BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളും മണ്ഡലത്തിലാകെയുണ്ട്. ഈ രണ്ട് പ്രധാനപ്പെട്ട വലിയ റാലികൾ നടന്നുകൊണ്ട് റോഡാകെ ബ്ലോക്ക് ആയതുകൊണ്ട് UDFൻ്റെയും TMCയുടെയും പ്രതിനിധികൾ കൂടെ പങ്കെടുക്കാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവർ കൂടെ വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾക്കറിയാം, രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങേയറ്റം ശക്തവും ഊർജ്ജസ്വലവുമായിരുന്നു ഈ ചർച്ച എന്ന് നമ്മൾ കണ്ടു. അതാണ് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ വേദി. ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും എത്രമാത്രം ശക്തമാണ് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഊർജ്ജം, ആവേശം എന്നത് വ്യക്തമാക്കി തരുന്നത്. ഇവിടെ എല്ലാ വിഷയങ്ങളും വന്നു. രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ, നേതാക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും നാട്ടുകാരെ വളരെ സജീവമായി തന്നെ ഇവിടുത്തെ പെൻഷനും വന്യജീവി പ്രശ്നങ്ങളും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങളും സജീവ ചർച്ചയാക്കി മുന്നോട്ട് വെച്ചു. പൊളിറ്റിക്കൽ മാസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്.